ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നോക്കുന്നതിന് മുമ്പേ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഇനാമൽ ചെയ്താൽ ഇതുപോലുള്ള എൻ്റെ വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിലൊന്നാമത്തത് ഫൈറ്റർ എന്ന് പറഞ്ഞൊരു തമിഴ് ആക്ഷൻ മൂവിയാണ്. തന്തി1 OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ. തന്തി1 യൂട്യൂബ് ചാനലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ് ഭാഷയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ദീപാവലി ബോണസ് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ ഇപ്പോൾ മുതൽ ആഹാ തമിഴ്, സിംപ്ലി സൗത്ത് ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നത് സ്പാനിഷ് മൂവിയാണ്. അവർ ലിറ്റിൽ സീക്രട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, സ്പാനിഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ നാളെ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നത് ഇംഗ്ലീഷ് മൂവിയാണ്. 1992 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ആമസോൺ പ്രൈം വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് അന്തകൻ എന്ന് പറഞ്ഞ സിനിമ. പ്രശാന്ത്, സിമ്രാൻ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഇത് സിനിമ ആസ്ട്രോ OTT പ്ലാറ്റ്ഫോം വഴി ഇതിനു മുമ്പേ റിലീസ് ചെയ്തിരുന്നു ഇന്ത്യക്ക് പുറത്തായിട്ട്. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു റൊമാൻറ്റിക് ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ് വി ലിവ് ഇൻ ടൈം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോം വഴി ഇംഗ്ലീഷ് ഭാഷകളിൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു സ്പാനിഷ് ത്രില്ലർ മൂവിയാണ് ദ ഇനീഷ്യേറ്റഡ് റിട്ടേൺ ഫ്രം ദ ഷാഡോസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ, ഈ ത്രില്ലർ മൂവി ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന നോർവേജിയൻ മൂവിയാണ് ഗുഡ് ബോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നോർവേജിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ, ബുക്ക് മൈ ഷോസ് ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് കനകരാജ് എന്ന് പറഞ്ഞൊരു മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മുരളി ഗോപി, ഇന്ദ്രൻസ് എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. മനോരമ മാക്സ്, ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഡിസംബർ മാസത്തിലാണ് ഈ ഒരു സിനിമയുടെ റിലീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ഭാവന പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഷാജി കൈലാസ് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹണ്ട് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു സിനിമ ആമസോൺ പ്രൈം, അതുപോലെ തന്നെ മനോരമ മാക്സ് എന്നീ OTT പ്ലാറ്റ്ഫോമുകൾ സ്വന്തമാക്കി എന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത് തന്നെ, അതായത് ഡിസംബർ മാസത്തിൽ നിന്ന് ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ തിയേറ്ററിൽ മലയാളം ഡബ്ഡ് വേഷം കളിക്കുന്നുണ്ട് ഈ സിനിമയുടെ. എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴി തെലുങ്ക് വേഷൻ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു തമിഴ് മൂവിയാണ് സിസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോം വഴി നവംബർ മാസം 29-ാം തീയതി ഇനിയ, ശ്രീകാന്ത്, സോണിയ അഗർവാൾ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.